ഓ, എന്തൊരു പ്രഭയാണിതിന്. ഓ, മരുതപ്പ, ഇത്രയും വേഗം നീ ഇത് കൊണ്ടുതരുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാം അങ്ങന്ന്. ഓ, കഷ്ടപ്പെട്ടെങ്കിൽ അതിന്റെ ഗുണവും ഉണ്ടല്ലോ. പിന്നെ ഈ നാഗമാണിക്യം പശുവും പാലിൽ കഴുകി പനിനീരിലാണ് സൂക്ഷിക്കേണ്ടത്. അതൊക്കെ എനിക്കറിയാം. ആ പിന്നെ മരുതപ്പ, നീ വാക്ക് പാലിച്ച സ്ഥിതിക്ക് ഞാനും വാക്ക് പാലിക്കണ്ടേ? നീ താമസിക്കുന്ന വീടും പുരയിടവും ഇനി നിനക്ക് സ്വന്തം. പിന്നെ ചിങ്ങക്കൊയ്ത്തിനും മകരക്കൊയ്ത്തിനും 100 പറ നെല്ല് വീതം, 1000 നാളികേരവും നിനക്ക് തരും. സന്തോഷമായോ? കനകത്തിനും സന്തോഷമാകും. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. നിൽക്ക്. 50 പൊൻപണം ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു. ഇത് 100 ഉണ്ട്. ഇതൊരു സന്തോഷത്തിനിരിക്കട്ടെ. ഇതിൽ നിന്ന് ഇവനും വേണ്ട എന്താന്ന് വെച്ചാ കൊടുത്തേക്ക്. സന്തോഷമായോ വേലു? സന്തോഷമായി. പിന്നെ ഒരു കാര്യം, ഇവിടെ നാഗമാണിക്യമുണ്ടെന്ന് മറ്റാരും അറിയണ്ട. ഇല്ല അങ്ങനെ. എന്താ മോനെ? എന്തു പറ്റി? എന്താ മോനെ? എന്നെ എന്തോ കടിച്ചു. കടിച്ചോ? ദേ മോനെ എന്തോ കടിച്ചെന്ന്. എവിടെ എവിടെ നോക്കട്ടെ. അയ്യോ, എന്തോ കടിച്ചിരിക്കുന്നല്ലോ. അയ്യോ, ശരിയാണല്ലോ. ഭഗവാനെ, ഭഗവാനെ, നാഗശാപമാണല്ലോ. ഞാൻ ചെയ്ത പാപത്തിന് എന്റെ മകനെയാണല്ലോ ശിക്ഷിച്ചത്. എന്നെ ശിക്ഷിക്കാമായിരുന്നില്ലേ? ഓ, ഇരുന്ന് കരയാതെ മോനെ കൊണ്ട് വൈദ്യുതി എടുത്തു പോ. മോനെ വാ, വാ മോനെ. ഈശ്വര, കനകം പെട്ടെന്ന് ചൂട്ടെടുത്ത് കത്തിക്ക് വേഗം. എന്റെ ദൈവങ്ങളെ, എന്റെ മോനൊരാപത്ത് വരുത്തതേ. വേഗം പോ, എനിക്കത് പേടിയാവുന്നു. വൈദ്യരുടെ വീട്ടിലേക്ക് ഇനി ഒരുപാട് ദൂരമുണ്ടോ? മിണ്ടിപ്പോകരുത്, ഇത് സർപ്പശാപോ.
എല്ലാം നീ വരുത്തി വെച്ചതാ. അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ മോനും. വേഗം പോ. വൈദ്യരുടെ വീട്ടിലെത്തി എന്റെ മോൻ രക്ഷപ്പെടും, എനിക്ക് ഉറപ്പുണ്ട്. നാഗദൈവങ്ങളെ, എന്റെ മോന് ഒരു ആപത്തും വരുത്തരുതേ. അയ്യോ, അയ്യോ, ദേ മോന്റെ വയ്യിൽ നിന്ന് ഒരേ പതയൊക്കെ വരുന്നു. എനിക്കത് പേടിയാവുന്നു. വേഗം പോ. അയ്യോ, മോന് തീരെ വയ്യല്ലോ. ഇനി അവനെ എടുത്തോണ്ട് ഓടുന്നത് നല്ലതല്ല. വിഷത്തിന്റെ കാഠിന്യേറും. മോനെ ഈ തിരുനടയിലിരുത്താം. എന്നിട്ട് ഞാൻ പോയി വൈദ്യനെ ഇങ്ങ് വിളിച്ചോണ്ട് വരാം. മോനെ, മോനെ, ഭഗവാനെ, അച്ചൻകോവിലപ്പ, എന്റെ മകൻ ഒരു ആപത്തും വരുത്തരുതേ. മോനെ ധർമ്മശാസ്താവ് കാത്തോളും. ഇന്ന് സമയം കളയാതെ നിങ്ങൾ പോയി വൈദ്യരെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരൂ. നീ അതിങ്ങിത്താ. മോനെ, 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 മോനെ ഒന്ന് കണ്ണു തുറക്കടാ. മോനെ, മോനെ, മോനെ. വൈദ്യരെ, വൈദ്യരെ, ഇവിടെ ആരുമില്ലേ? ഞാൻ മരുതപ്പൻ. എനിക്ക് വൈദ്യരെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം. എന്താ മരുതപ്പ ഈ പാതിരാത്രിയില്? എന്റെ മോനെ പാമ്പ് കടിച്ചു. വൈദ്യരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അങ്ങേരിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? പ്രമാണിച്ച് എല്ലയ്യയുടെ വീട്ടിലെന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എപ്പ വരുമെന്ന് ഒരു നിശ്ചയവും ഇല്ല. എന്റെ അച്ചൻകോവിലപ്പാ, എന്റെ പൊന്നുമോനൊരാപത്ത് വരുത്തരുതേ. അച്ഛൻ വൈദ്യരെ കൊണ്ട് ഇപ്പൊ എത്തും. മോനെ, 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 കണ്ണു തുറക്കണേ മോനെ, കണ്ണു തുറക്കണേ മോനെ. നീ എന്നെ വിട്ടു പോയല്ലോടാ മോനെ, മോനെ, അമ്മ വിട്ടു പോയല്ലോടാ. ഭഗവാനെ, അവിടുന്ന് കാത്തോളാന്ന് പറഞ്ഞിട്ടാണ് മരുതപ്പം പോയത്. എന്നിട്ടും ഈ നടയിൽ വെച്ച് തന്നെ എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തല്ലോ. ഞാനിത് എങ്ങനെ സഹിക്കും ഭഗവാനെ? ആണായും പെണ്ണായും ഞങ്ങൾക്കിത് ഒന്നേ ഉള്ളൂ. ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? മോനെ, മോനെ, എന്റെ മോനെ, അയ്യോ മോനെ, എന്റെ പൊന്നു മോനെ. വൈദ്യരെ, ഞാൻ വൈദ്യരുടെ വീട്ടിൽ നിന്ന് വരുവാ. എന്താ മരുതപ്പ, എന്ത് പറ്റി? എന്റെ മോനെ പാമ്പ് കടിച്ചു. അച്ചൻകോവിലപ്പനെ നടയെ കിടത്തിയിരിക്കുവാ. ഈശ്വര, എന്തൊക്കെയാ ഇത്? പ്രമാണി ചെല്ലയെ പാമ്പ് കടിച്ചു എന്നും പറഞ്ഞ ആള് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയതാ. ചെന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. എനിക്കൊന്നും ചെയ്യാനായില്ല. നാഗമാണിക്ക് എടുത്ത എന്റെ സർപ്പകോപമാ. ഭഗവാന്, എന്റെ മോനൊരാപത്തും വരുത്തരുതേ. നാഗമാണിക്കോ? അതൊക്കെ പിന്നെ പറയാം. ഒന്ന് വേഗം വാ വൈദ്യരെ. മോനെ,
അച്ചൻകോവിലയ്യനെ, എന്റെ ധർമ്മശാസ്താവേ, നാഗങ്ങളെ കൊന്നിട്ടായാലും നാഗമാണിക്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ദുരാഗ്രഹിയായ ഈ ഞാനാണ്. നാഗൻ തല തല്ലി ചത്തു എന്ന് പറഞ്ഞിട്ടും ഈശ്വരവിശ്വാസമില്ലാത്ത ഞാൻ പരിഹസിച്ചു. അതിന്റെ ശിക്ഷ അനുഭവിച്ചത് എട്ടും പൊട്ടും തിരിയാത്ത എന്റെ പാവം കുഞ്ഞാണ്. എനിക്കിനി ജീവിക്കണ്ട. എന്റെ മകനില്ലാതെ എനിക്കിനി ജീവിക്കണ്ട. ഈ തിരുനടയിൽ തലതല്ലി ഞാൻ മരിക്കുകയാണ്. അത്യാഗ്രഹിയായി എന്റെ ജീവൻ എടുത്ത് ഒരു തെറ്റ് ചെയ്യാത്ത എന്റെ മകന് ജീവൻ തിരിച്ചു നൽകണേ ഭഗവാനെ. ജീവൻ തിരിച്ചു നൽകണേ ഭഗവാനെ. എന്താണ് ഈ ചെയ്യുന്നത്? ക്ഷേത്രനടയിൽ ജീവൻ ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നു. എഴുന്നേൽക്കൂ. ഇല്ല, എനിക്കിനി ജീവിക്കണ്ട. എന്റെ മകന്റെ വിഷം തീണ്ടി അവൻ എന്നെ വിട്ടുപോയി. ഞാൻ ചെയ്ത പാപത്തിന് ശിക്ഷ അനുഭവിച്ചത് എന്റെ മകനാണ്. ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥം എന്താണ്? കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾ ചെയ്തു കൂട്ടുന്ന മഹാപാപങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളുടെ വരും തലമുറയും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള സത്യം ഒരിക്കലും വിസ്മരിക്കരുത്. അത്തരമൊരു ചിന്ത നിന്നിലുണ്ടായിരുന്നെങ്കിൽ അത്യാഗ്രഹത്തോടെ നീ പാപങ്ങൾ ചെയ്തു കൂട്ടില്ലായിരുന്നു. മാറി നിൽക്കൂ. ഇദ്ദേഹം അവന് പ്രസാദവും തീർത്ഥം കൊടുത്തപ്പോ എല്ലാം സുഖമായി. നന്ദി പറയാൻ വാക്കുകളില്ല. അടിയന്റെ മകനെ തിരിച്ചു തന്നതിന് പകരം തരാൻ അടിയന്റെ കയ്യിൽ ഒന്നുമില്ല. ആ കാലടികളിൽ അടിയന്റെ സാഷ്ടാംഗ പ്രണാമം. എഴുന്നേൽക്കൂ. മരുന്ന് കൊണ്ട് രക്ഷിക്കാൻ കഴിയുന്ന സമയം കഴിഞ്ഞു. എന്നിട്ടും സുഖം പ്രാപിച്ചെന്ന് വന്നാൽ മരുതപ്പന്റെ മനസ്സിലെ നന്മയും കനകദുർഗയുടെ പശ്ചാത്താപവുമാണ് ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത്. അമ്മ എന്ന സ്ഥാനവും ആ വാക്കിന്റെ പവിത്രതയും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ സ്ത്രീയുടെയും കടമയാണ്. ഓരോ കുഞ്ഞും ആദ്യമായി ഈ ലോകത്തെ കാണുന്നത് അവന്റെ അമ്മയിലൂടെയാണ്. നന്മയും സ്നേഹവും നൽകി അവനെ നേർവഴിക്ക് നയിക്കേണ്ടത് ഓരോ അമ്മയുടെയും കർത്തവ്യമാണ്. അതിന് സാധിക്കാത്തവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകരുത്. എന്റെ അത്യാഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി. ഇനി ഒരിക്കലും അതൊന്നും ആവർത്തിക്കില്ല. നല്ലത്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്.
അത് തിരുത്താൻ തയ്യാറാവുമ്പോഴാണ് മനസ്സിൽ നന്മ ഉദയം ചെയ്യുന്നത്. നല്ല അമ്മമാർ സമൂഹത്തിന് നൽകുന്നത് നല്ല തലമുറയെയാണ്. നന്മയും സ്നേഹവും നിറഞ്ഞ സമൂഹത്തിൽ എന്നും സന്തോഷം അലയടിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തോടെ പുതിയ തലമുറ മറ്റു രാജ്യങ്ങൾക്ക് മാതൃകയാവും. തിന്മകൾ ചെയ്യാൻ ഒരുപാട് പേർ നമ്മെ പ്രേരിപ്പിക്കും. അത് തിരിച്ചറിയാനാണ് ഈശ്വരൻ മനുഷ്യന് വിവേകം നൽകിയിരിക്കുന്നത്. തെറ്റാണെന്നറിഞ്ഞിട്ടും ഭാര്യയുടെ വാക്ക് കേട്ട് അധർമ്മം ചെയ്തതുകൊണ്ടാണ് നീയും ദുഃഖിക്കേണ്ടി വന്നത്. തെറ്റ് ചെയ്യുന്ന ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി നേർവഴിക്ക് നയിക്കേണ്ടത് ഭർത്താവിന്റെ കടമയാണ്. അങ്ങനെ ചെയ്യാത്തവർ എന്നും ദുഃഖിതരായി തന്നെ കഴിയേണ്ടി വരും. ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്നത് വെറും കരിങ്കല്ലല്ല, കോടാനുകോടി ഹൃദയസമർപ്പണങ്ങളുടെ ചൈതന്യമാണ്. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം. പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോ